ശബരിമലയിൽ നടന്നത് വൻ കൊള്ള. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ വിറ്റെന്ന് നിഗമനം. ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസമെന്നും BSSCയുടെ പരിശോധനാ ഫലം. പോറ്റി തിരികെ കൊണ്ടുവന്നത് വ്യാജപ്പാളികൾ. ഉരുപ്പടികളുടെ കൃത്യമായ കാലപ്പഴക്കം റിപ്പോർട്ടിൽ പറയുന്നില്ല. വിവരം ADGP നേരിട്ട് ഹൈക്കോടതിയെ അറിയിക്കും. നിലവിൽ 585 ഗ്രാം സ്വർണമാണ് ശബരിമലയിൽ നിന്നും മോഷണം പോയിട്ടുള്ളത്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, വലിയൊരു ക്രമക്കേടിന്റെ വിവരമായിരുന്നു ആദ്യം പുറത്തു വന്നത്. അത് പിന്നീട് വലിയ കവർച്ചയുടെ വിവരമായി മാറുന്നു. ഇപ്പോൾ കാട്ടുകൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര കട്ടു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തൊക്കെ ഗുരുതരമായ കാര്യങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കഴിയുന്തോറും ഓരോ ചുരുളുകൾ അഴിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ സ്വർണ്ണപ്പാളികൾ വിറ്റു എന്ന് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ നിർണായകമായ തെളിവുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളികൾ, ഈ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ വിറ്റു എന്നതാണ് ഇപ്പോൾ സംശയമായി ഉയർന്നു വരുന്നത്. ഒപ്പം തന്നെ യഥാർത്ഥ പാളികൾ വിറ്റെന്നാണ് BSSCയുടെ ഒരു റിപ്പോർട്ട് നൽകുന്ന സൂചന. യഥാർത്ഥ പാളികൾ വിറ്റു, പകരം മറ്റു പാളികളാണ് എത്തിച്ചത്. ഏറ്റവും പുരാതനമായ പാളികൾ എന്നാണ് നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്ന് കടത്തിയ പാളികളെ, സ്വർണ്ണപ്പാളികളെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ സ്വർണത്തെക്കാൾ അധികമായി വിലമതിക്കാൻ, ഒരുപക്ഷെ അത് വിലമതിക്കാൻ സാധിക്കാത്തത്ര വലിയ തരത്തിലുള്ള ഒരു ഒരു നിധി എന്ന് തന്നെയാണ് അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക. അത് വിറ്റു എന്ന് സംബന്ധിച്ചുള്ള സൂചനകളാണ് ഈ BSSC റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ ശാസ്ത്രീയ ഘടനയിൽ വ്യത്യാസം എന്നാണ് പരിശോധനാ ഫലത്തിൽ നിന്ന്, BSSCയുടെ പരിശോധനാ ഫലത്തിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പോറ്റിയെ തിരികെ കൊണ്ടുവന്നത് വ്യാജ പാളി എന്ന് സംബന്ധിച്ചുള്ള സൂചനകളും പുറത്തു വരുന്നു. പാളികളുടെ കൃത്യമായ കാലപ്പഴക്കം റിപ്പോർട്ടിലില്ല എന്നതാണ് വസ്തുത. BSSCയുമായി വീണ്ടും ചർച്ച നടത്താനാണ് ഇപ്പോൾ SITയുടെ ഒരു തീരുമാനം, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ADGP നേരിട്ട് ഇക്കാര്യങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കാൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നു. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ADGP നേരിട്ട് തന്നെ നൽകും എന്നതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം കട്ടെടുത്ത സ്വർണത്തിൻ്റെ അളവ് കൂടിയേക്കും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് SITയുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ജനൻ TV പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. എന്തായിരുന്നാലും ഏറ്റവും പുതിയ വിവരങ്ങൾ, ഈ 585 ഗ്രാം സ്വർണമാണ് ആദ്യഘട്ടത്തിൽ കളവ് പോയത് എന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്വേഷണമാണ് നടന്നതെങ്കിൽ, അതിന് പുറമെ വീണ്ടും സ്വർണം കളവ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം തട്ടിയെടുത്തിട്ടുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചേർന്ന് തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടിൽ, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുള്ള ഏറ്റവും നിർണായകം എന്ന് പറയാൻ സാധിക്കുന്നത്. BSSCയുടെ പരിശോധനാ ഫലങ്ങളാണ്. ഈ പരിശോധനാ ഫലങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികളല്ല തിരികെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. അതിൻ്റെ കൂടുതൽ കൃത്യതകളിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രാഥമികമായി നമുക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും BSSCയിലെ വിവരങ്ങളിൽ നിന്ന് അത്തരത്തിൽ നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുള്ളത്, നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഈ സ്വർണ്ണപ്പാളി പഴയ സ്വർണ്ണപ്പാളിയല്ല തിരിച്ചുകൊണ്ട് എത്തിച്ചിട്ടുള്ളത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, അതായത് വിനീഷ്, പോറ്റിയും സംഘവും സ്ഥാപിച്ചത് യഥാർത്ഥ പാളികളാണോ എന്ന ചോദ്യത്തിനോട് ഉത്തരം ആ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് വിനീഷ് അടിവരയിട്ട് പറയുമ്പോൾ, ചുമ്മാതല്ല വിനീഷ്, ഈ പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഹാലിളകിയിരുന്നതല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെതിരെ പൊതുജനം ഇറക്കിയ പാട്ടിൽ അതിൽ വലിയ രീതിയിലുള്ള അമർഷം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുണ്ടായത്. അതിനെതിരെ അത് പോസ്റ്റ് ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടി, അതിനെതിരെ കോടതിയിൽ പോകുന്ന നടപടി, ഇങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും
നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ഇത്രയും നാളും ഈ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പുരോഗമിച്ചതെങ്കിൽ നേരത്തെ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ തന്നെയാണോ ഇപ്പോൾ തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തിരിച്ചെത്തിച്ചത് എന്ന് സംബന്ധിച്ചുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഏറ്റവും നിർണായകമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യങ്ങൾ ADGP പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഉടനെ തന്നെ നേരിട്ട് ഹൈക്കോടതിയെ വിവരങ്ങൾ ധരിപ്പിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി. ശരി വിനീഷ്.